ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നാടൻ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് അച്ചാർ തയ്യാറാക്കാനായിട്ട് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ ചെറിയ പീസുകളാക്കി മുറിച്ച് നന്നായി കഴുകി, അതുപോലെ വിനാഗിരി ഉപ്പൊക്കെ ഇട്ടുള്ള വെള്ളത്തിലിട്ട് കഴുകി ഇതിൻ്റെ ആ ചോല വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള ബീഫാണിത്. അച്ചാറുണ്ടാക്കാനായിട്ട് ബീഫ് എടുക്കുമ്പോൾ ഇതേപോലെ നെയ്യില്ലാത്ത പീസുകളാക്കിയിട്ട് എടുക്കണം. അതിനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് മുളക് പൊടി, നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി കൂട്ടി പൊടിച്ച് വെച്ച മുളക് പൊടിയാണ്. അത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കല്ലുപ്പ് പൊടിച്ച് വെച്ച ഉപ്പ് പൊടിയാണിത്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റായി. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫ് ചൂടായി വരുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വയ്ക്കാം. ഇനി ഇതൊരു 3 വിസിൽ വരുന്ന വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. കുക്കർ 1 വിസിലടിക്കുന്ന വരെയും നമുക്ക് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലടിപ്പിച്ചെടുത്ത് ബീഫ് വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ചിരുന്ന ബീഫ് 3 വിസിലടിച്ചതിന് ശേഷം ഞാനിത് ഇറക്കി വെച്ചിരുന്നു. തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുക്കറിൽ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതിനി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിനു വേണ്ടി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ നിന്ന് ഇറക്കി വയ്ക്കാം. മറ്റൊരു പാൻ ഈ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. ഈ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് നല്ല എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല എണ്ണയിൽ അച്ചാറുണ്ടാക്കിയാൽ ഇത് കൂടുതൽ നാൾ കേടാകാതെ ഇരിക്കും. വെളിച്ചെണ്ണയിലൊക്കെ ആണെങ്കിൽ അത് കുറച്ച് നാളെ കേടാവാണ്ടിരിക്കുള്ളൂ. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കിനിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇത് അധികം മൂത്ത് പോവാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്ക് ഈ ബീഫ് ഫ്രൈ ചെയ്തതെല്ലാം മാറ്റിയതിന് ശേഷം എണ്ണ ഒന്ന് ഇതിൻ്റെ തെളി ഒന്ന് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഈ ഊറിലൊക്കെ മാറ്റിയ ഈ എണ്ണ തന്നെ നമുക്ക് ഈ പാനിലേക്ക് എടുക്കാം. ഇനി ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പ് വെളുത്തുള്ളി
തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണിത്. ഇതിട്ട് കൊടുക്കാം. നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ഈ അച്ചാറിടുന്ന കാരണം എണ്ണ ചൂടാകുമ്പോൾ ഇങ്ങനെ പതിഞ്ഞ് വരും. വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളക് അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 3 തണ്ട് കറിവേപ്പില, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മൂത്ത് വരട്ടെ. ഞാനിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഇപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/4 സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ കായപ്പൊടി, അതും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 കപ്പ് ഒഴിച്ചു. അര കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മിക്സിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിതിലേക്കൊരു 1/4 സ്പൂൺ കൂടിയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിൽ ഒത്തിരി ഉപ്പ് കൂടുതൽ വേണമല്ലോ. ഇതിലിപ്പോൾ വെള്ളം കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് പാകത്തിന് ആയി കിട്ടും. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ ഈ പാത്രത്തിൽ തന്നെ ഒരു ദിവസം ഇരുന്ന് തണുക്കുമ്പോൾ നമുക്ക് നല്ല ഗ്ലാസ് ജാറുകളിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാം. ഇതേപോലെ ബീഫ് അച്ചാർ നിങ്ങളും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ അവരൊന്നൊരു സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.
1 കിലോ ബീഫ് ഉപയോഗിച്ച് തയ്യാറാക്കിയ അച്ചാറാണ് ഇത്.